എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇപ്പോൾ നമ്മുടെ നാട്ടിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുമായിട്ടുള്ള ദിയ കൃഷ്ണയുടെ OBYOC എന്ന ജ്വല്ലറി സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പാണ് വിവാദം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ദിയ കൃഷ്ണയും കുടുംബവും പറയുന്നത് പ്രകാരം തങ്ങളുടെ ജീവനക്കാർ 69 ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നുള്ളതാണ്. ഇതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. അതവർ പുറത്തുവിട്ടിട്ടുമുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുമുള്ളതുമാണ്. പക്ഷേ ഈ 3 ജീവനക്കാരികൾ ചെയ്ത തെറ്റ് മറച്ചു വയ്ക്കാനായിട്ട് അവർ തിരിച്ചു പറയുന്നത് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ജാതീയമായിട്ട് അധിക്ഷേപിച്ചു എന്നൊക്കെയാണ്. എന്താ അല്ലേ? സത്യം പറഞ്ഞാൽ സ്വന്തം കുറ്റം മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരു വിക്ടിം കാർഡ് ഇറക്കി ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റാനുള്ള ഒരു ശ്രമമല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരും. ഈ കേസിൽ ശരിക്കും ആരാണ് ഇര? 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് കുറ്റസമ്മതം നടത്തിയ ആ 3 ജീവനക്കാരികളാണോ, അതോ ആ തട്ടിപ്പിന് ഇരയായിട്ടുള്ള ദിയ കൃഷ്ണയാണോ? ഈ വിക്ടിം കാർഡ് എന്ന വാക്ക് അടുത്ത കാലത്തായി നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ചിലപ്പോൾ സത്യസന്ധമായിട്ട് താൻ ഇരയാണെന്ന് പറയുന്നത് ആ കഷ്ടപ്പെടുന്നവരെ പ്രതിനിധീകരിക്കാൻ സഹായിക്കും. എന്നാൽ മറ്റു ചിലപ്പോൾ ആൾക്കാർ സ്വന്തം കാര്യം നേടാനായിട്ട് ഇതിനെ ദുരുപയോഗം ചെയ്യും. അങ്ങനെയെങ്കിൽ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെടലാണോ അതോ വിക്ടിം കാർഡ് ഉപയോഗിക്കുകയാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാം. അതിനു മുന്നേ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 69 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടും അവരത് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കമ്പനിയുടെ ആകെ ബിസിനസ് വോളിയം എത്രത്തോളം വലുതായിരിക്കും? അപ്പോൾ ഓൾറെഡി പണക്കാരായിട്ടുള്ള ആളുകൾ പോലും അവരുടെ പണം വളർത്താൻ ഇത്തരം ബിസിനസ്സുകൾ തുടങ്ങുകയും ഗ്രോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. പക്ഷേ ഇത്തരം വലുതും ചെറുതുമായിട്ടുള്ള കമ്പനികളിലേക്ക് നമ്മുടെ പണം നിക്ഷേപിക്കാനും അത് വളർത്താനും സാധിക്കും. ഇപ്പോഴാണെങ്കിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട്, അതായത് നിങ്ങൾ നിക്ഷേപിച്ച പണം 1 രൂപ പോലും നഷ്ടപ്പെടാൻ നിക്ഷേപിക്കാനുള്ള അവസരങ്ങളുണ്ട്. അത്തരത്തിൽ 2000 രൂപ മുതൽ നിക്ഷേപം നടത്താനുള്ള അവസരം വന്നിട്ടുണ്ട്. HDFC ലൈഫ് ആണ് ഈ അവസരം ഒരുക്കുന്നത്. അവരുടെ ടോപ്പ് 300 ആൽഫ 50 ഫണ്ട് എന്ന NFO ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. എന്നാൽ ഈ വരുന്ന ജൂൺ 17-ാം തീയതി വരെ മാത്രമേ ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. അതായത് വെറും 7 ദിവസം കൂടി മാത്രം. കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. കഴിഞ്ഞ 5-10 വർഷങ്ങളിലായി 29.7%, 21%മാണ് ഈ NFOയുടെ ഇൻഡെക്സിന്റെ വാർഷിക ശരാശരി റിട്ടേൺസ്. അതായത് ഈ ഇൻഡെക്സ് പ്രകാരം നിങ്ങൾ 2015 10 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് 67.4 ലക്ഷം രൂപയായിട്ട് തിരികെ കിട്ടുമായിരുന്നു. ഇവിടെ NAV വാല്യൂ 10 രൂപയാണ്. അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് ലൈഫ് കവറും ഇതിനോടൊപ്പം ലഭിക്കും. പ്രതിവർഷം 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല. NRI ആയിട്ടുള്ളവർക്കാണെങ്കിൽ മാസം ഒരു 18,000 രൂപ വെച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ 2 കോടി വരെ റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കണ്ട, ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ജൂൺ 17 വരെയാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൽ നിക്ഷേപിക്കാനും കഴിയും. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. നമുക്ക് വിഷയത്തിലേക്ക് തിരികെ വരാം. നമ്മൾ ഈ വിക്ടിം കാർഡ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഈ പ്രയോഗം എന്നുള്ളതാണ്. സിമ്പിളായി പറഞ്ഞാൽ, ഒരാൾ ഞാനൊരു ഇരയാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അതുമല്ലെങ്കിൽ തനിക്കെതിരെയുള്ള വിമർശനങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനോ ശ്രമിക്കുന്നതിനെയാണ് വിക്ടിം കാർഡ് കളിക്കുക എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും സ്വന്തം തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു തന്ത്രമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ വാക്ക് കൂടുതലും ഉപയോഗിച്ചു തുടങ്ങിയത് പാശ്ചാത്യ രാജ്യങ്ങളിലെ രാഷ്ട്രീയത്തിലും മാധ്യമങ്ങളിലൊക്കെയാണ്. വിക്ടിം എന്ന് പറഞ്ഞാൽ ഇരയാണ്, കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കുന്ന ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു അടവാണ്. അതായത് ഞാനൊരു പാവം ഇരയാണ്, അതുകൊണ്ട് എന്നെ ആരും ചോദ്യം ചെയ്യരുത് എന്ന മട്ടിലുള്ള ഒരു അടവ് അല്ലെങ്കിൽ ഒരു കളിയാണ് വിക്ടിം കാർഡ് എന്നുള്ളത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഒരാൾ ഇരയാകുന്നത്, റിയൽ വിക്ടിം ഹുഡ് എന്നുള്ളത് ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഒരാൾ ശരിക്കും ഒരു കുറ്റകൃത്യത്തിന് ഇരയാകുകയോ അല്ലെങ്കിൽ വിവേചനം അനുഭവിക്കുകയോ ചൂഷണത്തിന് വിധേയനാകുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരാണ് അവിടെ യഥാർത്ഥ ഇരകൾ. അവരെ നമ്മൾ പിന്തുണയ്ക്കുകയും അവർക്ക് നീതി ലഭിക്കാൻ കൂടെ നിൽക്കുകയും വേണം. എന്നാൽ വിക്ടിം കാർഡ് കളിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഇരയാകേണ്ട സാഹചര്യമില്ലാതെ അല്ലെങ്കിൽ സ്വന്തം കുറ്റങ്ങൾ മറച്ചു വെക്കാൻ ഇരവാദം ഉന്നയിക്കുന്നതിനെയാണ്. സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹങ്ങളിലൊക്കെ ഇത് വലിയ പ്രശ്നമാണ്. കാരണം ഒരാൾ ശരിക്കും ഇരയാണോ അതോ ഇരവാദം ഉന്നയിച്ച് ശ്രദ്ധ തിരിക്കുകയാണോ എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ഇത് നീതിയെയും ശരിയായ കാര്യങ്ങളെയും മറച്ചു വെക്കാൻ ഇടയാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പ്രയോഗം ഒരു മോശം അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഈയിടെ നമ്മളെല്ലാം ചർച്ച ചെയ്ത ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസ് ഈ വിക്ടിം കാർഡ് എന്ന ആശയത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഈ വിഷയം നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നോക്കേണ്ടതുണ്ട്. ഒന്ന് സംഭവങ്ങളുടെ നാൾ വഴികളായിട്ട് തന്നെ നമുക്ക് നോക്കാം. ദിയ കൃഷ്ണയുടെ ഭാഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിയ കൃഷ്ണയുടെ OBYOC എന്ന സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾ വിനീത, ദിവ്യ, രാധാകുമാർ എന്നിവരും വിനീതയുടെ ഭർത്താവ് ആദർശും ഏകദേശം 69 ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നാണ് ദിയ കൃഷ്ണയും അച്ഛൻ കൃഷ്ണകുമാറും ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം. കടയിലെ QR കോഡുകൾ മാറ്റിവെച്ച് സ്വന്തം അക്കൗണ്ടുകൾ
അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയെന്നും പണം തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും ഒക്കെ തന്നെ ഇവർ പറയുന്നുണ്ട്. ഇതിന് തെളിവായിട്ട് CCTV ദൃശ്യങ്ങളും ജീവനക്കാർ തട്ടിപ്പ് സമ്മതിക്കുന്ന വീഡിയോകളും ഒക്കെ തന്നെ കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും ഒക്കെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അത് പുറത്തുവിട്ടിട്ടുമുണ്ട്. ദിയ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കടയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഈ തട്ടിപ്പ് നടന്നതെന്നാണ് അവരുടെ വാദം. അതായത് സാമ്പത്തിക തട്ടിപ്പിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇവരുടെ കൈവശമുണ്ട്. അത് വ്യക്തമായിട്ട്, അതായത് ആ ഒരു സ്ത്രീകൾ തട്ടിപ്പ് നടത്തിയെന്ന് സമ്മതിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഈ ജീവനക്കാരുടെ കൗണ്ടർ ആരോപണങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ജീവനക്കാർ ഞെട്ടിക്കുന്ന ചില കൗണ്ടർ ആരോപണങ്ങളുമായിട്ടാണ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി, ഫോൺ പിടിച്ചെടുത്ത് മുറിയിൽ പൂട്ടിയിട്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, ജാതീയമായിട്ട് അധിക്ഷേപിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു, ലൈംഗിക അതിക്രമണത്തിന് ശ്രമിച്ചു എന്നെല്ലാമാണ് ഈ ജീവനക്കാരുടെ പരാതി. തങ്ങൾ 8 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും ഈ തുക തിരികെ നൽകാൻ നിർബന്ധിതരാക്കി എന്നും ജീവനക്കാർ പറയുന്നുണ്ട്. ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃഷ്ണകുമാർ, ദിയ കൃഷ്ണ, അവരുടെ അമ്മ സിന്ധു, സുഹൃത്ത് സന്തോഷ് എന്നിവർക്കെതിരെ പോലീസ് നിലവിൽ ജാമ്യമില്ലാ വകുപ്പുകളൊക്കെ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങളും നമ്മളെപ്പോലുള്ള ജനങ്ങളും എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളതാണ്. തുടക്കത്തിൽ, പിന്നീടാണല്ലോ സത്യങ്ങളൊക്കെ തെളിഞ്ഞതല്ലേ. എന്തായാലും മാധ്യമങ്ങൾ മൊത്തത്തിൽ ഈ വിഷയം പൊടിപൊടിക്കുകയാണ്. ആദ്യം സാമ്പത്തിക തട്ടിപ്പ് വാർത്തകൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അതേ മാധ്യമങ്ങൾ തന്നെ ജീവനക്കാർ ഉന്നയിച്ച കൗണ്ടർ ആരോപണങ്ങൾക്കും ജാതീയ അധിക്ഷേപ വാദങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകിയാണ്. കാരണം വലിയ മസാല എലമെന്റ് ആണല്ലോ ഈ ഒരു സെലിബ്രിറ്റി ഫാമിലി. ജാതിയുമായിട്ട് അധിക്ഷേപിച്ചു, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാർക്കറ്റിംഗ് കിട്ടുമല്ലോ. അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ഷിഫ്റ്റ് ആയിരുന്നു നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് സമൂഹത്തിൽ വലിയ ധാർമ്മിക പ്രശ്നങ്ങൾക്ക് കാരണമായി. ഈ വിഷയത്തിൽ ആര് സത്യം പറയുന്നു എന്നതിനെ ചൊല്ലിയിട്ട് വലിയ വാദങ്ങളും പ്രതിവാദങ്ങളും വലിയ ചാനൽ ചർച്ചകൾ പോലും നടക്കുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആരാണ് ഇരവാദം അഥവാ വിക്ടിം കാർഡ് ഇറക്കിയത് എന്നുള്ളതാണ്. ഈ കേസിൽ 69 ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന വ്യക്തമായ തെളിവുകളോടെ ആരോപിക്കപ്പെടുന്ന ജീവനക്കാർ തങ്ങൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ജാതി കാർഡ് ഇറക്കുകയാണ്. കാസ്റ്റ് കാർഡ്, സ്ത്രീത്വത്തിന്റെ ഇരവാദം, ഫീമെയിൽ വിക്ടിംഹുഡ് എന്നിവയൊക്കെ ഉപയോഗിക്കുകയാണ്. അതായത് സ്വന്തം കുറ്റങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആരോപണങ്ങളെല്ലാം ഇവരൊരു മറയാക്കിയായിരുന്നു. തട്ടിപ്പ് നടന്നത് ജാതി നോക്കിയിട്ടല്ലല്ലോ. എന്നിട്ടും ജാതി ഒരു കവചമാക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ഈ കേസ് വിക്ടിം കാർഡ് അഥവാ ഇരവാദം എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരു ചൂടേറിയ ചർച്ചാ വിഷയമായി മാറുന്നു എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പലതരത്തിലുള്ള വിക്ടിം കാർഡുകളെ പറ്റിയിട്ടാണ്. അതായത് ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്കും അതിൻ്റെ അകത്ത് വിക്ടിം കാർഡ് ആണോ നിങ്ങൾക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് വിക്ടിം കാർഡ് എന്നുള്ളത് ഒരു രൂപത്തിൽ മാത്രം വരുന്ന ഒന്നല്ല. സമൂഹത്തിൽ പലതരത്തിലും പല രീതിയിലും ഇതിനെ ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് വിക്ടിം കാർഡുകളുടെ ഉദാഹരണം നമുക്ക് നോക്കാം. ഒന്നാമത്തത് ജാതി കാർഡാണ് അഥവാ കാസ്റ്റ് കാർഡാണ്. ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് ജാതി കാർഡ് എന്നുള്ളത്. ജാതീയമായിട്ടുള്ള വിവേചനം ശരിക്കും നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ആളുകൾ തങ്ങളുടെ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്കോ വേണ്ടി ജാതിയെ ഒരു വിക്ടിം കാർഡായിട്ട് ഉപയോഗിക്കുന്നു എന്നൊരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ നടക്കാറുണ്ട്. ഉദാഹരണം, ഒരു വ്യക്തിയെ മയക്കുമരുന്നുമായിട്ട് നമ്മുടെ പോലീസോ എക്സൈസോ പിടിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാനൊരു പ്രത്യേക ജാതിയിൽ പെടുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇത് ചെയ്യുന്നത്, എന്നെ ജാതീയമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാണെന്നാണ് അവർ വാദിക്കുന്നത്. ഇത് ശരിക്കും ജാതീയത അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പോലും ദുർബലപ്പെടുത്താൻ സാധ്യതയുള്ളൊരു വാദമാണ്. കാരണം ഇവിടെ അവരുടെ ജാതി നോക്കിയിട്ടാണ് അറസ്റ്റ് ചെയ്തതല്ല. നമ്മളുടെ അടിസ്ഥാന കാര്യം എന്താണ്? ഇന്ത്യൻ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണല്ലേ. അത് മനസ്സിലാക്കാതെ ജാതിക്കാരുടെ അവർ ഇറക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ജാതീയമായിട്ടുള്ള ഇരവാദം ഉന്നയിക്കുന്നത് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് അഴിമതി ആരോപണത്തിൽ കുടുങ്ങുമ്പോൾ താനൊരു താഴ്ന്ന ജാതിക്കാരനായത് കൊണ്ടാണോ തന്നെ വേട്ടയാടുന്നത് എന്ന് വാദിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ. ഇത് സത്യസന്ധമായിട്ടുള്ള വാദമാണോ അതോ തെറ്റിനെ മറയ്ക്കാനുള്ള ഒരു തന്ത്രമാണോ എന്ന് ജനങ്ങൾക്ക് ഉറപ്പായിട്ട് സംശയമുണ്ടാകും. അങ്ങനെ നമ്മൾ സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളുടെ ചിന്തകൾ ആ ഇമോഷണൽ അങ്ങോട്ട് പോകരുത്. നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന ആരായാലും നമ്മുടെ നിയമത്തിന്റെ കണ്ണിലൂടെ തുല്യരാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടുകയും ചെയ്യും. ദിയ കൃഷ്ണയുടെ കേസിലേക്ക് വരുവാണെങ്കിൽ തട്ടിപ്പ് നടത്തിയ ജീവനക്കാർ അവർക്ക് നേരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ജാതി അധിക്ഷേപം നടത്തിയെന്ന വാദം ഉന്നയിച്ചത് വ്യക്തമായിട്ടുള്ള ഒരു ജാതിക്കാരനാണ്. ഇവിടെ ജാതിയും മതത്തിനും ഒക്കെ എന്ത് ബന്ധം? അവർ തന്നെ 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് പറയുന്നുണ്ടല്ലേ. എന്നിട്ടാണ് ഈ ജാതി കാർഡ് ഇറക്കുന്നത്. നമ്മളിവിടെ ഏറ്റവും കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. തുടക്കത്തിൽ വന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കും എന്താ തോന്നിയത്? ആ കുടുംബം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണോ എന്നൊക്കെയല്ലേ. ഇവിടെ ഈ 69 ലക്ഷം രൂപ എന്ന വലിയ എമൗണ്ട് കൊള്ള നടത്തിയിട്ടിരിക്കുന്ന പേരാണ് മാധ്യമങ്ങൾക്ക് മുമ്പേ വന്നിട്ട് ഈ കാര്യം പറയുന്നത്. നമ്മൾ അവരെ ഇരകളായിട്ട് കണ്ടു, നമുക്ക് അവരോട് സഹതാപം തോന്നിയല്ലേ ഇത്രയും വലിയ ക്രിമിനലുകളോട്. അവിടെയാണ് വിക്ടിം കാർഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത്തത് ജെൻഡർ കാർഡാണ്, അല്ലെങ്കിൽ വുമൺ കാർഡാണ്, സ്ത്രീ കാർഡാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും വിവേചനങ്ങളും ലോകമെമ്പാടും വലിയൊരു പ്രശ്നം തന്നെയാണ്. അതിന് പ്രതിവിധി നമ്മൾ കാണേണ്ടതുണ്ടല്ലേ. എന്നാൽ ചില വ്യക്തികൾ തങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുടുക്കാനോ വേണ്ടി താനൊരു സ്ത്രീ ആയതുകൊണ്ട് ഇരയാക്കപ്പെടുന്നുവെന്ന് വാദിക്കാറുണ്ട്. മീ ടു എന്ന പ്രസ്ഥാനം ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ സ്ത്രീകൾക്ക് ശബ്ദിക്കാൻ വേണ്ടി അത് വലിയൊരു വേദിയായി മാറി എന്നുള്ളത് സത്യമാണ്. എന്നാൽ ചില സ്ത്രീകൾ
തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ പല ആണുങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന വാർത്തകളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കോടതി തെളിവില്ല എന്ന് കണ്ടിട്ട് എത്രയോ പേരെ വെറുതെ വിട്ടിരിക്കുന്നു. അങ്ങനെ സ്ത്രീകളെ പോലും ശിക്ഷിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വ്യാജപീഡന പരാതി ഉന്നയിച്ചതിന്റെ പേരിൽ. ഇങ്ങനെയുള്ള സ്ത്രീകളെ എന്ത് വില കൊടുത്തു നമ്മൾ നിയമപരമായിട്ട് തന്നെ പരമാവധി നേരിടണം, അവരെ തിരിച്ചറിയണം, ഒറ്റപ്പെടുത്തണം. കാരണം അവിടെ ഇരയാക്കപ്പെടുന്നത് ഒരു പുരുഷൻ മാത്രമാണെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നതല്ലേ. അല്ല, മറിച്ച് യഥാർത്ഥ ദുരന്തം അനുഭവിക്കുന്ന സ്ത്രീകളെയാണ് ഇവർ കൊലയ്ക്ക് കൊടുക്കുന്നത്, അവരെയാണ് ഇവർ ചതിക്കുന്നത്. കാരണം കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളുടെ വിശ്വാസ്യത തന്നെ അത് ചോദ്യം ചെയ്യാൻ ഇടയാക്കിയാണ്. തൊഴിലിടങ്ങളിലെ വിവേചനം, ഗാർഹിക പീഡനം തുടങ്ങിയ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ഈ വിക്ടിം കാർഡ് ആരോപണം ചിലപ്പോൾ ഒരു കാരണമാകാം. ഒരു ജോലി സ്ഥലത്ത് തെറ്റ് ചെയ്ത ഒരു സ്ത്രീ താനൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ആരോപിക്കുന്നത് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ദിയാകൃഷ്ണയുടെ കേസിലെ ജീവനക്കാർ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന ആരോപണം ഉന്നയിച്ചത് ഈ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. സ്വന്തം സാമ്പത്തിക കുറ്റകൃത്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീത്വം അവർ മറയാക്കി മാറ്റുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് അവിടെ ഇരയാക്കപ്പെട്ടത് ആ കുടുംബം മാത്രമല്ല, മൊത്തം സ്ത്രീകളാണ്. യഥാർത്ഥത്തിൽ സ്ത്രീ ആയതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യം തന്നെയാണല്ലേ. അവർ പറയുന്ന ആരോപണങ്ങളുടെ വിശ്വാസ്യതയെ പോലും പൊതുസമൂഹം ചോദ്യം ചെയ്യുന്ന, അവർക്കൊപ്പം നിൽക്കാത്തൊരവസ്ഥയിലേക്കാണ് ഈ വ്യാജ പീഡന പരാതികൾ കൊണ്ടെത്തിക്കുന്നത്. 3 റിലീജിയൻ കാർഡാണ്, അഥവാ മതത്തിന്റെ കാർഡാണ്. മതത്തിന്റെ പേരിലുള്ള വിവേചനങ്ങളും പ്രശ്നങ്ങളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ചില മതവിശ്വാസികൾ സ്വന്തം മതത്തെ ഒരു വിക്ടിം കാർഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രവണതയും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഒരു മതവിഭാഗം ന്യൂനപക്ഷമായതുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് വാദിക്കുന്നത് ഇത് ചിലപ്പോൾ ശരിക്കും സംഭവിക്കുന്നതാകാം, എന്നാൽ ചിലപ്പോൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ട് ഉപയോഗിക്കപ്പെടുന്നതുമാകാം. അല്ലെങ്കിൽ ഭൂരിപക്ഷ മതവിഭാഗങ്ങളിൽ നിന്നുള്ളവർ പോലും തങ്ങൾ വിശുദ്ധമാതിനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ഇരവാദം ഉന്നയിക്കാറുണ്ട്. ഒരു കലാപരമായിട്ടുള്ള പ്രകടനത്തെ മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് എതിർക്കുകയും അതിനെ മതത്തിന്റെ പേരിലുള്ള പീഡനമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ഈ കാർഡിന്റെ ദുരുപയോഗത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 4 വംശത്തിന്റെ അല്ലെങ്കിൽ തൊലി നിറത്തിന്റെ കാർഡാണ്, റൈസ് ഓർ സ്കിൻ കളർ കാർഡ് എന്നാണ് പറയുന്നത്. വംശീയതയും വർണ്ണവിവേചനവും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ വലിയ പ്രശ്നം തന്നെയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ആളുകൾ തങ്ങളുടെ തെറ്റായ പ്രവൃത്തികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വംശീയതയുടെ പേരിൽ ഇരവാദം ഉന്നയിക്കാറുണ്ട്. ആഗോളമായിട്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ അമേരിക്കയിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന പ്രസ്ഥാനം വംശീയ വിവേചനത്തിനെതിരെ ശക്തമായിട്ടുള്ള ശബ്ദം ഉയർത്തുകയാണ്. എന്നാൽ ചില കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തങ്ങൾ വംശീയമായിട്ട് വിവേചനം നേരിടുന്നു എന്ന് വാദിച്ചുകൊണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഈ കാർഡിന്റെ ദുരുപയോഗത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇനി ബ്രിട്ടനിലേക്ക് വരുവാണെങ്കിൽ, ബ്രിട്ടനിലെ ഏഷ്യൻ വംശജരോ ആഫ്രിക്കൻ വംശജരോ വിവേചനം നേരിടുന്നു എന്ന് വാദിക്കുന്നത് പലപ്പോഴും നിയമപരവും സാമൂഹികമായിട്ടുള്ള ചർച്ചകൾക്ക് കാരണമാകാറുണ്ട്. ആഫ്രിക്കയിലേക്ക് വരുവാണെങ്കിൽ, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഗോത്രവർഗ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിഭാഗം തങ്ങളെ വംശീയമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന് വാദിക്കുന്നത് സാധാരണമാണ്. ഇനി ഇതിനപ്പുറത്തേക്ക് UK-യിലും അല്ലെങ്കിൽ പല ജർമ്മനിയിലും ഒക്കെ ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ ആൾക്കാർ അഭയാർത്ഥികളായിട്ടുള്ള ചില വ്യക്തികൾ വന്നിട്ട് കടകൾ പരസ്യമായിട്ട് കൊള്ളയടിച്ചിട്ട് പോവുകയാണ്. അവരെ എതിർത്ത് കഴിഞ്ഞാൽ അവരെ ആക്രമിക്കും. പക്ഷേ അവരെ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെന്താണ് പറയുക, എന്നെ വംശീയമായിട്ട് അധിക്ഷേപിച്ചു, റേസിസം എന്നും പറഞ്ഞ് അവർ ഒച്ച വയ്ക്കുകയാണ്. അതായത് നമ്മളെ കടയിലെ ജീവനക്കാരനായിരിക്കും, കൊള്ള തടയാൻ ശ്രമിച്ച നമ്മൾ റേസിസം പറഞ്ഞൊരു വ്യക്തിയായിട്ട് അവിടെ മാറും. പോലീസ് നമുക്കെതിരെ കേസെടുക്കും. ഇങ്ങനത്തെ സംഭവങ്ങൾ UK-യിലെ സ്റ്റോറുകളിൽ സർവ്വസാധാരണമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ പിള്ളേർ ഒരുപാട് സ്റ്റോർ നിൽപ്പുണ്ടല്ലോ, അവരൊക്കെ പറയുന്ന കഥകളാണ്. ഒരുപാട് വീഡിയോസ് അടക്കം നമുക്കിത് കാണാൻ പറ്റും. 5 മാനസികാരോഗ്യമോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുടെയോ ഒരു കാർഡാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ളത് ഇന്ന് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതിന് ശരിയായിട്ടുള്ള പിന്തുണയും ചികിത്സയും ഒക്കെ തന്നെ നൽകേണ്ടതുണ്ട്. എന്നാൽ ചില വ്യക്തികൾ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ മറ്റുള്ളവരുടെ സഹതാപം നേടാനോ വേണ്ടിയിട്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ഒരു വിക്ടിം കാർഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം, ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സ്വന്തം പ്രവൃത്തികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരു വിക്ടിം കാർഡ് തന്നെയല്ലേ. ഇത് ശരിക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ സമൂഹം തെറ്റായിട്ട് കാണാൻ കാരണമായി മാറും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യാജ പീഡന പരാതികൾ ഉന്നയിക്കുമ്പോൾ അവിടെ സമൂഹം കൂടെ നിൽക്കാതെ പോകുന്ന ഒരു വിഭാഗമുണ്ട്. ശരിക്കും പീഡനങ്ങൾ നേരിട്ടവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളുടെ ആരോപണങ്ങൾ പോലും ഇതുപോലുള്ള വ്യാജ പീഡന പരാതികളാണോ നമ്മൾ സംശയിക്കും. കാരണം ഹൈക്കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട് വ്യാജ പീഡന പരാതികൾ ഭയാനകമായിട്ടുള്ള നിരക്കിൽ കൂടുന്നുവെന്ന്. ഈ മെന്റൽ ഇൽനെസ് വിക്ടിം കാർഡിന്റെ ഏറ്റവും നല്ല ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു സ്ഥാപനത്തിൽ കൃത്യമായിട്ട് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരാൾ തനിക്ക് മാനസിക സമ്മർദ്ദമുണ്ട് അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സഹതാപം നേടാൻ ശ്രമിക്കുന്നത് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. 6 രാഷ്ട്രീയ പീഡന കാർഡാണ്, പൊളിറ്റിക്കൽ പെർസിക്യൂഷൻ കാർഡ് എന്ന് പറയും. ഈ വിക്ടിം കാർഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന രാഷ്ട്രീയത്തിൽ തന്നെയാണ്. രാഷ്ട്രീയത്തിൽ താനൊരു ഇരയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ എപ്പോഴും നടക്കാറുണ്ടല്ലേ. ഉദാഹരണം നോക്കുവാണെങ്കിൽ, ഒരു രാഷ്ട്രീയ നേതാവ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുകയാണ്. അപ്പോൾ അവർക്കെതിരെ പോലീസോ അല്ലെങ്കിൽ മറ്റ് വകുപ്പുകളോ ഒക്കെ നടപടിയെടുക്കുമല്ലേ. ഉടനെ ഇയാൾ പറയുന്നത് എന്തായിരിക്കും, നമുക്ക് കേരളത്തിൽ പോലും മിക്ക മാസങ്ങളിലും സമാനമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും കേട്ടോ. എന്നെ രാഷ്ട്രീയമായിട്ട് വേട്ടയാടുകയാണ്,
മറ്റേ ഭരണകൂട ഭീകരത, ഭരണകൂട വേട്ടയാടൽ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് അതിനെ അടയാളപ്പെടുത്തുന്നത് കാണാൻ പറ്റും. ഇത് സർക്കാരിൻ്റെ, അതായത് മറ്റേ പാർട്ടിയാണല്ലോ ഭരിക്കുന്നത്, ആ പാർട്ടിയുടെ സർക്കാരിൻ്റെ ഒരു പ്രതികാര നടപടിയാണ് എന്നൊക്കെ വാദിക്കുകയാണ്. പക്ഷേ കൃത്യമായിട്ട് കുറ്റകൃത്യം ചെയ്തിട്ടാണ് അറസ്റ്റ് ചെയ്തതെങ്കിൽ അവിടെ ഈ പറയുന്ന ആരോപണങ്ങൾക്ക് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഇല്ല. അതായത് ഇവിടെ അവർ ഉപയോഗിച്ച കാർഡ് എന്താണ്? രാഷ്ട്രീയപരമായിട്ട് എന്നെ വേട്ടയാടുകയാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്, നടപടിയെടുക്കുന്നതും. പക്ഷേ മറിച്ച് കോടികൾ മുക്കിയതിനെ പറ്റിയിട്ട് അവർ മിണ്ടുന്നില്ല. അപ്പോൾ ആ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വെക്കുക. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? എന്നെ രാഷ്ട്രീയമായിട്ട് വേട്ടയാടുന്നതെന്ന്. ഇവിടെ പറയുന്ന എല്ലാ വിക്ടിം കാർഡുകളും ഞാൻ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ശരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ട് മറ്റ് രാഷ്ട്രീയക്കാരനെ വേട്ടയാടുന്ന സംഭവങ്ങളൊക്കെ നിലനിൽപ്പുണ്ട്. പക്ഷേ അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളിലും ഈ വാദം ഉന്നയിക്കുന്ന ഒരുപാട് ധാരാളം നമ്മുടെ കേരളത്തിൽ പോലും കാണാൻ പറ്റുമല്ലേ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിക്ടിം കാർഡ് എന്നത് ഇന്നത്തെ കാലത്തെ മാത്രം പ്രത്യേകതയൊന്നുമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടു വന്നൊന്നുമല്ല. ചരിത്രത്തിലുടനീളം ഓരോ വ്യക്തികളും രാജ്യങ്ങളും ഒക്കെ തന്നെ ഈ തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് യുദ്ധാനന്തര ഇരവാദമാണ്. അതായത് ഈ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ നടന്നല്ലോ, അതിനുശേഷം പല രാജ്യങ്ങളും തങ്ങളെ ഇരകളായിട്ട് ചിത്രീകരിക്കുകയാണ്. യുദ്ധക്കെടുതികളിൽ നിന്ന് രക്ഷപ്പെടാനും അന്താരാഷ്ട്ര സഹായം നേടാനും ഒക്കെ ഇത് സഹായിക്കുകയാണ്. എന്നാൽ ഈ ഇരവാദം പലപ്പോഴും അവരുടെ തന്നെ തെറ്റുകളെയും പങ്കിനെയും ഒക്കെ മറച്ചു വെക്കാനും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് ശരിക്കും റിയൽ വിക്ടിംഹുഡിനെ പറ്റിയാണ്. അതായത് ഒരു ക്രൈറ്റീരിയയുടെ പേരിൽ അവർ വിവേചനം നേരിട്ടു. അത് ഇരവാദമായിട്ട് വിക്ടിം കാർഡായിട്ട് അവർ ഇറക്കിയതല്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നെൽസൺ മണ്ടേലയും വർണ്ണവിവേചനം എന്നുള്ളത്. നെൽസൺ മണ്ടേലയുടെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു റിയൽ വിക്ടിംഹുഡ് എങ്ങനെയാണെന്നുള്ളത്, അതൊരു വിമോചനത്തിന് ആയുധമായി മാറുന്നത് എങ്ങനെയാണെന്നുള്ളതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. വർണ്ണവിവേചന ഭരണകൂടം ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരെ പതിറ്റാണ്ടുകളോളം ക്രൂരമായി പീഡിപ്പിച്ചു. മണ്ടേലയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും തങ്ങൾ നേരിട്ട പീഡനങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതൊരു വിക്ടിം കാർഡ് ആയിരുന്നില്ല, മറിച്ച് ലോകത്തിന്റെ പിന്തുണ നേടാനുള്ള ഒരു യഥാർത്ഥ ആവശ്യമായിരുന്നു. അവിടെ സത്യവും നീതിയും ഇരകളുടെ പക്ഷത്തായിരുന്നു. അതായത് നെൽസൺ മണ്ടേലയും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആ ഒരു ഗ്രൂപ്പിന്റെ ഒപ്പമായിരുന്നു യഥാർത്ഥ സത്യവും നീതിയുമല്ലേ. അപ്പോൾ ഇവിടെ ഇരവാദമല്ല, മറിച്ച് റിയൽ വിക്ടിംഹുഡാണ് ഉന്നയിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അടുത്തത് നാസി ജർമ്മനിയുടെ വളച്ചൊടിച്ച ഇരവാദത്തെ പറ്റി നമുക്ക് നോക്കാം. അഡോൾഫ് ഹിറ്റ്ലറും നാസി പാർട്ടിയും അധികാരത്തിൽ വരാൻ ഉപയോഗിച്ച ഒരു പ്രധാന തന്ത്രമുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി സഖ്യകക്ഷികളാൽ വേട്ടയാടപ്പെടുന്നുവെന്നും ഇരയാക്കപ്പെടുന്നുവെന്നും വരുത്തി തീർക്കുക എന്നതായിരുന്നു. വേഴ്സായ് ഉടമ്പടി ജർമ്മനിയെ അടിച്ചമർത്താൻ ഉദ്ദേശിച്ചതാണെന്ന് അവർ പ്രചരിപ്പിക്കുകയാണ്. ഈ വളച്ചൊടിച്ച ഇരവാദം ജനങ്ങളുടെ ദേശസ്നേഹത്തെ ആളിക്കത്തിക്കുകയും ജൂതന്മാർക്കെതിരെയും മറ്റുമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയും വിദ്വേഷം വളർത്താൻ ഉപയോഗിക്കുകയും ചെയ്തു. ഇത് വിക്ടിം കാർഡിന്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ദുരുപയോഗങ്ങൾ ഒന്നായിരുന്നു. കാരണം ആ ഒരു കൂട്ടക്കുരുതിക്ക് ഇരയായത് അത്രത്തോളം ജൂതന്മാരായിരുന്നു. അടുത്ത ഉദാഹരണം നമുക്ക് എല്ലാ ഇന്ത്യക്കാർക്കും അറിയാവുന്നതാണ്. മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ എപ്പോഴും ഒരു ഇരയായിട്ടാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുമ്പിൽ ചിത്രീകരിക്കുന്നത് അല്ലെ. തങ്ങളെ ഇന്ത്യ വേട്ടയാടുന്നേ, തങ്ങളെ ഇന്ത്യ ആക്രമിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വരെ കുറെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. അവർ വർഷങ്ങളായിട്ട് ഈ പരിപാടി തന്നെയാണ് തുടരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് ആക്രമണത്തിന് പോയിട്ടില്ല, അവർ ഇങ്ങോട്ടാണ് ആക്രമണം വരുന്നത്. പക്ഷേ ഇങ്ങോട്ട് ആക്രമിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് പ്രത്യാക്രമണം നടത്തുമല്ലേ. അപ്പോൾ ഉടനെ അയ്യോ ഞങ്ങളെ ആക്രമിക്കുന്നതെന്നും പറഞ്ഞിട്ടുള്ള നിലവിളി ഒരു ഇര രാജ്യമായിട്ട് അവർ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുമ്പിൽ ചിത്രീകരിക്കുകയാണ്. ഈ വിക്ടിം കാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളിലൂടെ, അതായത് പ്രത്യേകിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കാറുണ്ടല്ലോ, അതിൻ്റെ അകത്ത് കൂടെ കാണുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് ഡിജിറ്റൽ സിമ്പതി ഫാമിംഗ് എന്നാണ് പറയുന്നത്. ഇന്ന് ഇൻഫ്ലുവൻസർമാർ റീലുകളിലൂടെയും വീഡിയോകളിലൂടെയും തങ്ങളുടെ ഒരു വിക്ടിം നറേഷൻ അവതരിപ്പിക്കുകയാണ്. ഇത് പലപ്പോഴും ഡിജിറ്റൽ സിമ്പതി ഫാമിംഗ് എന്നതിലേക്ക് നയിക്കാം. അതായത് ആളുകളുടെ സഹതാപം പിടിച്ചുപറ്റി ശ്രദ്ധ നേടാനോ പണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ ഇത് ഉപയോഗിക്കപ്പെടാം. ദിയാകൃഷ്ണയുടെ കേസ് നോക്കുവാണെങ്കിൽ ഈ ജീവനക്കാർ, അതായത് തട്ടിപ്പ് നടത്തിയ ജീവനക്കാർ മാധ്യമങ്ങളിലൂടെ, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെ തന്നെയാണ് രംഗത്തേക്ക് വന്നിട്ട് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഒരു സിമ്പതി അവരോട് തുടക്കത്തിൽ തോന്നിയതിന്റെ കാര്യം എന്താണ്? ഈ സിമ്പതി ഫാമിംഗ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ചെയ്യുന്നൊരു കാര്യമാണ്, വലിയ കുറ്റകൃത്യങ്ങൾ വന്നിട്ട് ആരെങ്കിലൊക്കെ അവരെ ചോദ്യം ചെയ്യുമ്പോഴേക്കും ഉടനെ വന്ന് കരയുകയാണ്. കരച്ചില് വീഴുന്ന ഒരു സ്വഭാവം നമുക്ക് പൊതുവേ ഉണ്ടല്ലോ. ആരെങ്കിലും ഭയങ്കര ഇതായിട്ട് ഇമോഷണലായിട്ട് കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്താണ് ന്യായമെന്ന് നമ്മുടെ വിചാരിക്കാൻ നമ്മുടെ മനസ്സിന് പ്രവണതയുണ്ടല്ലേ. അത് വലിയ പ്രശ്നം തന്നെയാണ്. ഞാൻ തന്നെ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ആ ഒരു സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെണ്ണ് പെട്ടെന്നൊരു ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് ബഹളം വെച്ച് പൊട്ടിയ മൂക്കൊക്കെ ആയിട്ട് വന്ന് പറയുകയാണ്, സൊമാറ്റോ ഡെലിവറി ബോയ് എന്നെ ആക്രമിച്ചു എന്നും വരികയാണ്. പിന്നീടാണ് അതിന്റെ സത്യം വന്നിട്ടുണ്ടായിരുന്നത്. ആക്രമിച്ചുമില്ല, ഒന്നുമില്ല. അവസാനം ഈ പെണ്ണ് ആകെപ്പാടെ കുടുങ്ങുകയാണ്. അപ്പോൾ തുടക്കത്തിൽ മില്യൺസ് ഓഫ് വ്യൂസ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വലിയ സെലിബ്രിറ്റികളടക്കം ആ പെണ്ണിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. വിത്ത് യു ഗേൾ, മോർ പവർ ടു യു ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും വലിയ വൈറലായിരുന്നു ആ വീഡിയോ ഇന്ത്യ ത്രൂ ഔട്ട് അല്ലേ. പക്ഷെ അതിന്റെ പിന്നിലെ സത്യം എന്തായിരുന്നു? ആ പെണ്ണ് കരഞ്ഞു വന്നതുകൊണ്ട് മൂക്കത്തൊക്കെ ഇങ്ങനെ പൊട്ടി ചോരപ്പാടുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് മാത്രം നമ്മൾ വിശ്വസിച്ചു. പക്ഷേ സത്യം മറ്റൊന്നായിരുന്നു, ആ ഡെലിവറി ബോയുടെ ഭാഗത്തായിരുന്നു ന്യായം എന്നുള്ളത്. ഈ വിക്ടിം കാർഡ് എന്നുള്ളത് ശരിക്കും സങ്കീർണമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അങ്ങനെയെങ്കിൽ
ഒരു വിഷയത്തിൽ ശരിക്കും ഒരാൾ ഇരയാക്കപ്പെടുന്നതാണോ അതോ അയാൾ വിക്ടിം കാർഡ് ഉപയോഗിക്കുകയാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? വിക്ടിം കാർഡ് തിരിച്ചറിയാനുള്ള ചില റെഡ് ഫ്ലാഗ്സുകൾ ഞാൻ പറയാം. ഒന്ന് തെളിവില്ലായ്മയാണ്. അതായത് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇല്ലാതിരിക്കുക, വൈകാരികമായിട്ട് മാത്രമായിരിക്കും അവർ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. ഈ ദിയാകൃഷ്ണയുടെ കേസിലാണെങ്കിൽ ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടി എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ കുടുംബം പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ജീവനക്കാർ ഉന്നയിച്ച കൗണ്ടർ ആരോപണങ്ങൾക്ക് ഇതുവരെ വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റിയിട്ടില്ല. രണ്ട്, സ്വയം ഇരയെ മാത്രം കാണുക എന്നുള്ളതാണ്. സ്വന്തം തെറ്റുകളോ ഉത്തരവാദിത്തങ്ങളോ ഒന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ എപ്പോഴും ഇവര് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദിയാകൃഷ്ണന്റെ സ്ഥാപനത്തിലെ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് സമ്മതിച്ചതിന് ശേഷം തട്ടിക്കൊണ്ടുപോകൽ, ജാതി അധിക്ഷേപം തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചത് സ്വന്തം കുറ്റത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തന്നെയാണ്. 3, വിഷയം മാറ്റിയുള്ള വാദങ്ങളാണ്. ഒരു വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും അതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു വിഷയത്തിൽ താൻ ഇരയാണെന്ന് വാദിക്കുക. ഉദാഹരണത്തിന് സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് തട്ടിക്കൊണ്ടുപോയി ജാതി അധിക്ഷേപം നടത്തി എന്നൊക്കെയാണ് വാദിക്കുന്നത്. ഈ കേസുമായിട്ട്, അതായത് പൈസ തട്ടിയെടുക്കുക എന്ന് പറയുന്ന ക്രിമിനൽ കേസുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത, ഒരു തെളിവുകളും ഇല്ലാത്ത ഇരവാദങ്ങൾ, വിക്ടിം കാർഡാണ് ഇവരോട് ഉപയോഗിച്ചത്. 4, തുടർച്ചയായിട്ടുള്ള ഇരവാദമാണ്. എപ്പോഴും എന്തിനും ഏതൊരു കാര്യത്തിനും താനൊരു ഇരയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ് സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് പല വ്യക്തികളുടെയും കേസിൽ കാണാൻ സാധിക്കും. 5, ആക്രമിക്കാൻ ഒരു മറവ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ ആക്രമിക്കാനും വിമർശിക്കാനും താനൊരു ഇരയാണെന്ന് വാദിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണാറുണ്ട്. പ്രധാനമായിട്ടും ഈ ജാതി കാർഡിന്റെ കാര്യത്തിലാണ് ഇത് കാണാറുള്ളത്. ഇനി ഈ വീഡിയോയിലുടനീളം ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, എപ്പോഴും ഇങ്ങനെ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ വിക്ടിം കാർഡ് ആയിരിക്കില്ല, മറിച്ച് അത് യഥാർത്ഥ അവസ്ഥയായിരിക്കും. അവര് ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ ഒക്കെ വിവേചനങ്ങളോ അടിച്ചമർത്തലുകളോ ഒക്കെ നേരിടുന്നുണ്ടാകാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. വെറും വൈകാരികമായിട്ടുള്ള വാദങ്ങൾക്കപ്പുറം വിഷയത്തിന്റെ സത്യവും തെളിവുകളും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ദിയാകൃഷ്ണയുടെ കേസിൽ ജീവനക്കാർക്കെതിരെ വന്ന സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾക്ക് ശക്തമായിട്ടുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ശക്തമായിട്ടുള്ള തെളിവുകൾ പിന്തുണയ്ക്കപ്പെടുന്നുണ്ടല്ലേ. എന്നാൽ ജീവനക്കാർ പറഞ്ഞ ജാതി അധിക്ഷേപം, തട്ടിക്കൊണ്ടുപോയി, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ ആരോപണങ്ങൾക്കൊന്നും ഒരു തെളിവുകൾ പോലും പുറത്തു വന്നിട്ടില്ല. അടുത്തത് ആളി കത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് മാത്രം നിന്ന് വിധി പറയാതെ എല്ലാ വശങ്ങളും കേൾക്കാനും വിലയിരുത്താനും മാധ്യമങ്ങളും നമ്മളും ഒക്കെ തയ്യാറാകണം, ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം വൈറലാകുമ്പോൾ സത്യം മനസ്സിലാകാതെ പെട്ടെന്ന് പ്രതികരിക്കുന്നത് ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കും. പണ്ട് എനിക്കും ഈ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോൾ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകുകയാണ്. സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണെന്നേ. 69 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ദിയാകൃഷ്ണയെ പോലുള്ള യഥാർത്ഥ ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടരുത്. അതേസമയം വിക്ടിം കാർഡ് ദുരുപയോഗം ചെയ്യുന്ന ആ ഒരു വ്യക്തികളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയും അരുത്. എന്തായാലും ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പും ജീവനക്കാർ ഉന്നയിച്ച കൗണ്ടർ ആരോപണങ്ങളും കേരളത്തിലെ വലിയ ചർച്ചാ വിഷയമായി മാറിയെങ്കിലും ഇത് വലിയൊരു പാറ്റേണിന്റെ ഭാഗം മാത്രമാണ്. ലോകമെമ്പാടും ഒരുപാട് വ്യക്തികൾ, സമൂഹങ്ങൾ, രാജ്യങ്ങൾ പോലും ഈ വിക്ടിം കാർഡ് എന്ന തന്ത്രം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഈ വിഷയത്തിൽ നിന്ന് നമ്മളും ഞാനും ഒക്കെ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. കാരണം പണ്ട് പല വിഷയങ്ങളിലും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കണ്ട് വൈകാരികമായിട്ട് പ്രതികരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എനിക്കത് ഇന്നൊക്കെ മാറ്റം വന്നു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് എപ്പോഴും കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുക, പഠിക്കുക. വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കാതെ തെളിവുകളും വസ്തുതകൾക്കും ഊന്നൽ നൽകുക എന്നുള്ളതാണ്. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഇരയാണോ അതോ വിക്ടിം കാർഡ് ഉപയോഗിക്കുകയാണെന്ന് വിലയിരുത്തുമ്പോൾ അവരുടെ വാദങ്ങളെ മാത്രം വിശ്വസിക്കാതെ സാഹചര്യങ്ങളും കിട്ടാവുന്ന തെളിവുകളും വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദിയാകൃഷ്ണയെ പോലുള്ള യഥാർത്ഥ ഇരകൾക്ക് നീതിയും പിന്തുണയും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. അതേസമയം വിക്ടിം കാർഡ് ഇറക്കുന്നവരെ തീർത്തും ഒറ്റപ്പെടുത്തുകയും വേണം. പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം മനുഷ്യന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യാനുള്ള കഴിവ് ഈ വിക്ടിം കാർഡിനുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തോടെ സമീപിക്കേണ്ടതുണ്ട്. സത്യം ആരുടെ പക്ഷത്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക, അല്ലാതെ ആര് കൂടുതൽ നന്നായി ഇരവാദം ഉന്നയിക്കുന്നു എന്ന് നോക്കിയാകരുത് നമ്മളുടെ വിധി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെ താഴത്തെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്, ഉറപ്പായിട്ടും എഴുതുക. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപാവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജൂൺ 17-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുള്ളത്. അതായത് വെറും 7 ദിവസം കൂടി മാത്രം. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അതിൽ പോയിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതിയാകും. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.